എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. അന്നപൂർണേ വിശാലാക്ഷി, അന്നപൂർണേ വിശാലാക്ഷി, അന്നപൂർണേ വിശാലാക്ഷി, അന്നപൂർണേ വിശാലാക്ഷി, അഖില ഭുവന സാക്ഷി കാടാക്ഷി, അന്നപൂർണേ വിശാലാക്ഷി, അഖില ഭുവന സാക്ഷി കാടാക്ഷി, അന്നപൂർണേ വിശാലാക്ഷി, അഖില ഭുവന സാക്ഷി കാടാക്ഷി, അന്നപൂർണേ വിശാലാക്ഷി, അഖില ഭുവന സാക്ഷി. ഗുരുവായൂരപ്പ, നാരായണ, അഖിലഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഹരിനാമ കീർത്തനത്തിലെ 15ാമത്തെ ശ്ലോകവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയുമി ആദ്യക്ഷരത്തിൽ ഇതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാലിവയിൽ ഓരോന്നെടുത്ത് വരി കീർത്തിപ്പതിന്നരുൾക നാരായണായ നമഃ. ഈ കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ആദി കാരണവും ജന്മനാശങ്ങളില്ലാത്തതുമായ പരബ്രഹ്മത്തിൽ പൊന്തി വന്നവയാണ്. ഈ പ്രപഞ്ചം പരബ്രഹ്മത്തിൽ തന്നെ നിലനിന്ന് തിരിച്ച് പരബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നതുമാണ്. ഈ വസ്തുത ധരിച്ച് 51 അക്ഷരങ്ങളിൽ ഈശ്വരവാചിയായ ആദ്യത്തെ അകാരം മുതൽ ഓരോ അക്ഷരമായി എടുത്ത് പല പ്രകാരത്തിലും ഭഗവാനെ സ്തുതിക്കുന്നതിന് അനുഗ്രഹിക്കുമാറാകണം ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഇവിടെ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി, അത് ബ്രഹ്മത്തിൽ നിലനിന്നു പോരുന്നു, ബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആചാര്യൻ ഇവിടെ ബ്രഹ്മത്തെ അക്ഷരമെന്ന് വിളിക്കുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും ആദി കാരണമായത് നമ്മുടെ പരബ്രഹ്മം തന്നെയാണ്. ഈ പരബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് മറ്റെല്ലാ കാര്യങ്ങളും. പരബ്രഹ്മം സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ് എന്ന് ആചാര്യൻ ഇവിടെ പറയപ്പെടുന്നു. കാരണം ഒരിക്കലും മാറാത്തതാണ് സത്യം എന്ന് പറയുന്നത്. സത്യത്തെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് സത്യം മറഞ്ഞു നിന്നാലും അത് തിരിച്ച് എങ്ങനെ അത് പൂർവാധികം ശക്തിയോടുകൂടി തിരികെ വരും. അപ്പോൾ അക്ഷരത്തിനിവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. അക്ഷരം എന്ന് പറയുമ്പോൾ ആദ്യക്ഷരം എന്ന് പറയുമ്പോൾ ആ എന്നുള്ള ആ അക്ഷരം തുടങ്ങുന്നത് തന്നെ പരബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്. ഇവിടെ 5ാം BC ജനിച്ച നമ്മുടെ പാണിനി മഹർഷി, ആ മഹർഷിയാണെങ്കിൽ ശിവനെ ഉപാസിച്ച് ശിവനെ തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തി ശിവനിൽ നിന്നുമാണ് അദ്ദേഹത്തിന് ഈ സംസ്കൃത അക്ഷരങ്ങൾ ശിവൻ്റെ ഉടുക്കിൽ നിന്നും ഉടുക്ക് കുലുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ശിവൻ്റെ ഉടുക്കിൽ നിന്ന് ഇങ്ങനെ കുറേ അക്ഷരങ്ങൾ പുറത്തു വന്നു എന്ന് പറയണം. ആ അക്ഷരങ്ങളെയാണ് ആദ്യമായി നമുക്ക് ഭാഷ പറയുമ്പോൾ, അക്ഷരം പറയുമ്പോൾ നമുക്ക് ഭാഷയെക്കുറിച്ച് പറയേണ്ടി വരും. ഭാഷ എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടായ ഭാഷ ദേവഭാഷ. ആ ദേവഭാഷ എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയാണ്. അപ്പോൾ സംസ്കൃത ഭാഷ ഉണ്ടായത് പാണിനി മഹർഷിയാണ്. ഈ സംസ്കൃത അക്ഷരങ്ങളെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളുമാക്കി ഭാഷാരൂപത്തിൽ നമുക്ക് ഗ്രന്ഥങ്ങളിലൂടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഭാഷ എന്ന് പറയുമ്പോൾ ഈ വാക്കുകൾക്കൊക്കെ വളരെയധികം ശക്തി ഉണ്ട്. ഈ സംസ്കൃത ഭാഷകളെ ബീജാക്ഷരങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് ഭയങ്കരമായ ശക്തി ഉണ്ടാവും. ഈ ശക്തികൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ, നമ്മുടെ നാവിൽ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ്റെ ഊർജത്തിന് മാറ്റം വരുത്തുന്നതാണ് ഈ വാക്കുകളും അക്ഷരങ്ങളും ചേർന്ന വാക്കുകൾ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ സംസ്കൃതത്തിൽ ഇപ്പം നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്നാണത് ഹയഗ്രീവൻ അഗസ്ത്യന് അഗസ്ത്യ മുനിയാണത് രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതിൽ പറയുന്നുണ്ട്, വശിന്യാദി ദേവതകളെന്ന് പറഞ്ഞിട്ട് ദേവതകളുണ്ട്. ഈ ദേവതകളാണ് ഓരോ തരം ഭാവം വാക്കുകൾക്ക്, അതായത് ഓരോ അക്ഷരങ്ങളും ബീജാക്ഷരങ്ങൾക്ക് കൊടുക്കുന്ന ആ വാക്കുകൾക്ക് കൊടുക്കുന്ന ഓരോ ഭാവങ്ങൾ പ്രദാനം ചെയ്യുന്ന വശിന്യാദി ദേവതകളുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ദേവതകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കെല്ലാം, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വാക്കുകൾക്ക്, അതായത് സംസ്കൃത വാക്കുകൾ, നമ്മൾ ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, പിന്നെ ലളിതാ സഹസ്രനാമം, ഇങ്ങനെയൊക്കെ ഓരോ സഹസ്രനാമങ്ങളുണ്ടല്ലോ, അതിലെല്ലാം കൊടുത്തിരിക്കുന്നത് ബീജാക്ഷരങ്ങളാണ്. ഈ ബീജാക്ഷരങ്ങൾക്ക് ഓരോ തരം ഭാവങ്ങളാണ്. അതിന് ഓരോ തരം ദേവതമാരാണ് ആ വാക്കുകൾക്കുള്ള ഉപാസന ദേവതകൾ. ആ ദേവതകൾ പ്രയോഗിക്കുന്ന അവരുടെ ആ ശക്തികളാണ് നമുക്ക് ഈ മന്ത്രങ്ങളിലും സഹസ്രനാമങ്ങളിലൊക്കെ ഇവിടെ പറയുമ്പോൾ കിട്ടുന്ന ഊർജം. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ഇങ്ങനെയുള്ള സഹസ്രനാമ സ്തോത്രങ്ങൾ നമ്മൾ ഭംഗിയായി നല്ല സ്ഫുടതയോടുകൂടി അത് പ്രദാനം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രാധാന്യങ്ങളുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിന് വളരെയധികം സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അക്ഷരങ്ങൾ, വാക്കുകൾ സംസ്കൃത ഭാഷകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണ്. അതിനെയാണ് നമ്മളിവിടെ ലളിതാ സഹസ്രനാമത്തിലൊക്കെ വിവരിച്ചിട്ടുണ്ടെങ്കിൽ ഭണ്ഡാസുര സൈനിക എന്ന് പറയുന്നുണ്ട്. ഓരോരോ വാക്കുകളില്ലേ, മഹിഷാസുര മർദിനി, പിന്നെ പിന്നെ ഭണ്ഡാസുര ഭണ്ഡപുത്ര അധോദിത്ത എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ആ സംസ്കൃതത്തിലെ വാക്കുകളാണ്. അതിനകത്ത് ഓരോരോ ഭാവങ്ങളും ഇതൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉച്ചരിക്കുന്ന രീതി നല്ല രീതിയിൽ ഭംഗിയായിട്ട് നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഏത് സഹസ്രനാമങ്ങൾ വായിച്ചാലും അതിൻ്റേതായ ഫലങ്ങളുണ്ടാകുമെന്ന് പറയും. അതാണ് പറയുന്നത്, രോഗശാന്തി ഉണ്ടാകും, മനസമാധാനം ഉണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മാറാരോഗങ്ങളിൽ നിന്ന് തന്നെ വളരെയധികം സമാധാനപരമായി അതിനെ ക്രമേണ കുറച്ചു കൊണ്ടുവരാനുള്ള വളരെ വളരെ ശക്തി ഉണ്ടാക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ അക്ഷരങ്ങൾ, അതായത് വാഗ്ദേവതകളായ അവരിൽ നിന്നുണ്ടായ വാക്കുകളാണല്ലോ ഈ സഹസ്രനാമങ്ങളിലൊക്കെ വരുന്നതെന്നാണ് പറയപ്പെടുന്നത്, ലളിതാ സഹസ്രനാമത്തിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ എല്ലാ സഹസ്രനാമങ്ങളും നമ്മൾ എപ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി നേരെ അക്ഷരങ്ങളൊക്കെ തെറ്റാതെ നമ്മളത് വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മളിൽ തന്നെ അതിൻ്റെ ഗുണഗണങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ട് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പാണിനിയാണ് അത് സംസ്കൃത ഭാഷയെ നമുക്ക് പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ പിതാവാണല്ലോ എഴുത്തച്ഛൻ. അപ്പോൾ ആ എഴുത്തച്ഛനും അതുപോലെ തന്നെ മലയാള ഭാഷയുടെ പിതാവെന്ന് പറയുമ്പോൾ എന്താണ്, ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനമാണ്. അതായത് ഭാഷയ്ക്ക് വേണ്ടിയിട്ട് തുഞ്ചത്താചാര്യ എഴുതിയിട്ടുള്ള സേവനങ്ങൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആ കാര്യങ്ങളെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ എഴുത്തച്ഛൻ ഇതിൽ പറയുന്നുണ്ട്, അക്ഷരം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മം എന്ന് പറയുന്നത് ഏത് തരത്തിലും നമുക്ക് പല രൂപത്തിലും നിർഗുണനാണ്, നിർമ്മമനാണ്, നിഷ്കളനാണ്, രാമനാണ്, സച്ചിദാനന്ദനാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പം അതേപോലെ തന്നെയാണ് ഈ അക്ഷരങ്ങളും. ഈ അകാരം തൊട്ട് ആദ്യത്തെ അകാരം മുതൽ ഈ 51 അക്ഷരവും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചേർത്തിട്ട് ഈ ഇതിൽ ശ്ലോകത്തിൽ, അല്ലെങ്കിൽ ഈ ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛന് അത് 51 അക്ഷരവും എങ്ങനെ അൻപോട് ചേർക്കണം, ചേരേണ്ടതായ രീതിയിൽ ചേർത്ത് ഭംഗിയാക്കുന്നതിന് അനുഗ്രഹിക്കണം എന്നും കൂടി ആണ് ആചാര്യൻ ഇതിൽ പറയുന്നത്. അപ്പോൾ അക്ഷരം എന്നുള്ള അതിനെക്കുറിച്ച് പറയാനൊക്കെ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ ഒരുപാടൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അക്ഷരം ഇല്ലാതെ നമുക്കൊന്നിനും സാധിക്കില്ല. അക്ഷരം തന്നെയാണ് നമ്മുടെ അക്ഷരം, ജീവവായു പോലെ തന്നെയാണ് അതും. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അക്ഷരങ്ങളുടെ പ്രാധാന്യം വളരെ വളരെയധികം പ്രയോജനമുള്ളതാണ്. അക്ഷരം അഗ്നിയുമാണ്, അല്ലേ? ആ അക്ഷരം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ, ഈ സഹസ്രനാമങ്ങൾ പറയുമ്പോൾ അത് അഗ്നി പോലെയാണ് അതിൻ്റെ ആ ഊർജം. അത് അതിൻ്റെ ഗുണം ആ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ ഈ അക്ഷരങ്ങളെ കൊണ്ട് തന്നെ അതിന് തിരിച്ചു ഫലമുണ്ടാവും. എങ്ങനെ? അതിൻ്റെ പ്രയോഗ രീതി വേറെ ആവുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്താണ്? തിരിച്ചാകുമെന്നാണ് പറയുന്നത്.
അതുകൊണ്ടാണ് ഈ സഹസ്രനാമങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നന്നായി നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ വായിക്കാൻ പറയുന്നത്. അപ്പോൾ അക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പം പ്രധാനമായിട്ട് നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഒരാളെ നശിപ്പിക്കാൻ ഒരാളുടെ വാക്ക് ധാരാളം മതി, ഇല്ലേ? ഒരാളെ കരകയറ്റാൻ ഒരാളുടെ വാക്ക് ധാരാളം മതി. അപ്പോൾ ആ അക്ഷരത്തിനും വാക്കിനുള്ള വാല്യൂ അറിയാമോ? ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കാനും പറ്റും, ഒരു മനുഷ്യനെ ബോധമുള്ളവനാക്കാനും പറ്റും. അറിവാണ് നമ്മുടെ ബോധം. ആ ബോധമാണ് ഭഗവാൻ എന്ന് പറയുന്ന പരബ്രഹ്മം. അതിൽ നിന്നാണല്ലോ നമ്മൾ, ആ ബോധമാണല്ലോ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ആ ബോധമാണല്ലോ നമ്മുടെ മനസ്സിനെ എന്താക്കുന്നത്? ജ്ഞാനേന്ദ്രിയങ്ങളാക്കി മാറ്റുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിൽ ജ്ഞാനം കൊടുക്കുന്നത് എവിടുന്നാണ്? മനസ്സാണ്. ആ മനസ്സിന് ബോധം കൊടുക്കുന്നത് എവിടുന്നാണ്? അതിൻ്റെ പുറകിൽ ആരുണ്ട്? പരബ്രഹ്മത്തിൻ്റെ അംശമായ ജീവാത്മ. അതാണ് നമുക്ക് ഈ അറിവ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളും അറിവുകളും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമ്മുടെ ബോധതലത്തിൽ ഇരിപ്പുണ്ട്, നമ്മുടെ ബുദ്ധിയായിട്ടിരിപ്പുണ്ട്. ആ ബുദ്ധി നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിപ്പിക്കണം. ആ ബുദ്ധിയിൽ ആലോചനകൾ ഉണ്ടാവണം. നമ്മൾ ഭക്തി ഉണ്ടാകുന്നു. ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. മനസ്സിൽ നിന്നും ഉണ്ടായില്ലെങ്കിൽ ഒന്നും നമുക്ക് ഉണ്ടാകുന്നില്ല. അതെല്ലാം വെറും ജഡരൂപങ്ങൾ പോലെ ഇരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിലത് പ്രാവർത്തികമാകുമ്പോഴാണ് ഭക്തി വികസിച്ച് ഭക്തിക്ക് ഉയർച്ച ഉണ്ടാകുന്നത്. ഭക്തിക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭക്തിയുടെ തലം ബുദ്ധിയിലേക്ക് ഉയരും. ഭഗവാൻ ബുദ്ധി തരാൻ തുടങ്ങും. ആ ബുദ്ധിയിലൂടെ നമുക്ക് കൂടുതൽ കൂടുതൽ ജ്ഞാനം ഉണ്ടാവും. ഒരു ഭക്തിയുള്ള ആളിന് മാത്രമേ ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. ഭക്തി കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നത്. ആ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? സത്യമായ പരമ്പൊരുളായ പരബ്രഹ്മം, ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള സത്യമാണ് അതിൻ്റെ പരമ ഉന്നതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇന്ന് ലോകത്തുള്ള കവികളും കവിശ്രേഷ്ഠരും അല്ലെങ്കിൽ എഴുത്തുകാർ, സാഹിത്യകാരൊക്കെ സത്യം പറഞ്ഞാൽ അവർക്കെല്ലാം ഇതിൻ്റെ കൂടുതൽ അനുഗ്രഹം. കാരണം കലാകാരിൽ ഈശ്വരത്വം ഉണ്ടെന്ന് പറയുന്നത്. കലാകാരിൽ എന്ന് പറഞ്ഞാൽ അവരിൽ ആ ഗുണം, അതായത് പൈതൃകങ്ങളായി അവർക്ക് കിട്ടുന്നതായിരിക്കണം. അല്ലാതെ ഇത് ഒരു പെട്ടെന്നൊരു ഇതിലുണ്ടാകുന്നതല്ല. നമ്മൾ ഓരോ സമ്പ്രദായങ്ങൾ ഓരോ രീതിയിൽ ഉണ്ടാകുന്ന ഇവിടെ എല്ലാം പൈതൃകങ്ങളാണ്. പൈതൃകങ്ങളിലൂടെയാണ് കൂടുതൽ നമുക്ക് എല്ലാ കലകളും എല്ലാ കാര്യങ്ങളും സാഹിത്യവും സംസ്കാരവും സംഗീതവും എല്ലാം നമ്മുടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കിതിൻ്റെ എല്ലാം പരമമായ തത്വം, എല്ലാത്തിൻ്റെയും പരമമായപ്പോൾ എല്ലാം പറയുമ്പോഴും പറയുന്നുണ്ട് ആദ്യത്തെ തത്വം എന്ന് പറയുന്നത് ഭഗവാൻ പരബ്രഹ്മം തന്നെയാണ് എല്ലാത്തിൻ്റെയും ഉറവിടം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പരബ്രഹ്മ തത്വത്തെ മനസ്സിലാക്കും. ഇപ്പം നമ്മൾ ഉദാഹരണം ഒരു നമ്മുടെ ഒരു പഴയ സ്റ്റോറി ഉണ്ടല്ലോ, നമ്മുടെ അക്ഷരത്തിൻ്റെ ആ കഴിവിന് അല്ലെങ്കിൽ ആ അക്ഷരത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ രത്നാകരൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ രാമായണത്തിൻ്റെ കഥ പറഞ്ഞു വരികയാണ്. പിന്നെ കാട്ടാളൻ എങ്ങനെയായിരുന്നു? ആൾക്കാരെന്ന് ബുദ്ധിയും ബോധമൊക്കെ ഒന്നുമില്ല. ബുദ്ധി വെച്ചാൽ ആർത്തി മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ പിടിച്ചു പറിക്കുക, കഷ്ടപ്പെടാൻ വയ്യ, ജോലി ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ആൾക്കാരെ അങ്ങനെ പോകുന്നവർ സന്യാസിമാരായിരുന്നാലും മനുഷ്യരായിരുന്നാലും എല്ലാവരെയും പിടിച്ചു പറിച്ചിട്ട് എന്ത് ചെയ്യും? സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെയുള്ള ആ രത്നാകരന് സപ്തഋഷിമാർ അതുവഴി പോയപ്പോൾ അവരെ ഉപദ്രവിച്ചപ്പോൾ അവർ രണ്ടിൽ എന്താ പറഞ്ഞു കൊടുത്തത്? രാമ 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 എന്ന് ജപിക്കാൻ പറഞ്ഞു. കാരണം കുടുംബത്തിൽ പോയി ചോദിച്ചിട്ട് വാന്ന് പറഞ്ഞു, നിന്നെ ചെയ്യുന്ന പാവത്തിന് അവർ പങ്ക് വഹിക്കുമോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് ഈ ചെയ്ത ഇതിൽ നിന്ന് മാറണമെങ്കിൽ നീ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങൾ വരുന്നത് വരെ എന്ന്. അപ്പോൾ അടുത്ത വരുന്നത് വരെ അതുവരെ ആ രാമ 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 എന്നുള്ള ആ അക്ഷരത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർത്ത് നോക്കണം, ഇല്ലേ? രാമ 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 എന്ന് പറഞ്ഞ് ആ കാട്ടാളൻ ആരായി മാറി? അക്ഷരത്തിൻ്റെ ശക്തി നോക്കണം. ഇതിഹാസമായ രാമായണത്തിൻ്റെ രചയിതാവായിട്ട് മാറി, ഇല്ലേ അക്ഷരം? അതുകൊണ്ട് അക്ഷരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും പറയാനുള്ളതായിട്ട്. അപ്പോൾ നമുക്ക് അക്ഷരത്തിനെ കുറിച്ച് പറയാനായിട്ട് അക്ഷരങ്ങളിലൂടെയാണ് നമ്മൾ നമ്മുടെ ആശയവിനിമയങ്ങൾ നടത്തുന്നത്. അക്ഷരങ്ങൾ നമ്മൾ പ്രയോഗിച്ച് അത് വാക്കുകളായി അത് ആശയങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആശയം നടത്തുന്നതിന് നമുക്ക് ആ അക്ഷരങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ മൂകരാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റണമെങ്കിൽ ശബ്ദവും അക്ഷരവും ഒക്കെ നമുക്ക് അനുഗ്രഹിക്കണം. അപ്പോൾ ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഇതിൻ്റെ എല്ലാം ഉറവിടം പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മം തന്നെയാണ് അക്ഷരം എന്നിവിടെ ഊന്നി 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 നമ്മുടെ ആചാര്യൻ പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോഴും
നമ്മൾ ആദ്യം ഉപാസിക്കുന്നതല്ല. വിഘ്നേശ്വരനെ സ്മരിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ് ഗുരുവിനെയും നമ്മൾ സ്മരിച്ചു കഴിഞ്ഞ് വാഗ്ദേവത. ഈ ദേവത എന്ന് പറയുമ്പോൾ ഈ വാഗ്ദേവതയാണ് എല്ലാ ഇതിനും നമ്മളെ പരബ്രഹ്മത്തിൽ നിന്നാണല്ലോ മായാസ്വരൂപിണി ആയ മായ അമ്മ. ആ അമ്മയിൽ നിന്നാണല്ലോ ഇതെല്ലാം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. അത് പരബ്രഹ്മത്തിൻ്റെ ഭാഗം തന്നെയാണ്, അത് രണ്ടല്ല ഒന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വാണി മാതാവായ സരസ്വതി ദേവിയാണ് സർവ നമ്മൾ പറയില്ല സാഹിത്യവും സംഗീതവും എല്ലാം ഇവിടെ പറയുന്നുണ്ട്. സരസ്വതി ദേവിയുടെ സ്ഥാനദ്വയങ്ങളാണ് സംഗീതവും സാഹിത്യവും. അപ്പം അത് തന്നെയാണ് ഇവിടെ എല്ലാം. അതാണ് പരബ്രഹ്മമായ ആ മായാശക്തിയുടെ ഇതിൽ നിന്നാണ് നമുക്ക് ഈ അക്ഷരങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വാണിദേവി മഹാമായയായ സരസ്വതി ദേവി, ആ സരസ്വതി ദേവിയിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്ന. അവിടെ നമുക്ക് വേദങ്ങളും പുസ്തകങ്ങളും സംഗീതവും നൃത്തവും വാദ്യവും എല്ലാം, അതായത് എന്തെല്ലാം അറിവുകളാണോ അക്ഷരങ്ങൾക്കൊപ്പം മറ്റ് വിദ്യകളും, അതായത് അക്ഷരവിദ്യയും കലാവിദ്യയും ഇതെല്ലാം അവിടുന്ന് പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ ഭാഗമായ ആ യോഗമായ ദേവിയിൽ നിന്നാണ് നമുക്ക് ഈ സർവ അക്ഷരങ്ങളും സർവ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വാണി ദേവിയെ നമ്മൾ പൂജിക്കുന്നത്, സരസ്വതിയെ പൂജിക്കുന്നത് എന്തിനാണ്? നമ്മുടെ നാവിൽ നല്ലത് വരുന്നതിന് വേണ്ടി, നാവിൽ നല്ല കാര്യങ്ങൾ വരുവാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നത് സംഭവിക്കുകയും, അതുപോലെ സംഗീതമായാലും നൃത്തമായാലും മറ്റെല്ലാ കലകളും നമ്മളിൽ സുഗമമായി അത് നമുക്ക് നന്നായി അത് നിലനിർത്തി അതിനെ പരിപോഷിപ്പിക്കുന്നതിന് ആ ഗുരുദേവതയായ സരസ്വതി ദേവിയുടെ കടാക്ഷം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ഗുരു കടാക്ഷങ്ങളില്ലാതെ നമുക്ക് ഒരു കലയിലും ഒന്നും ആവാൻ കഴിയില്ല. ഒന്നും ആയില്ല. അതിൻ്റെ ആ അടിസ്ഥാന തത്വങ്ങളെങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഭഗവതിയായ ആ വാണി സരസ്വതി ദേവിയുടെ അനുഗ്രഹം നമുക്ക് വേണം. അതുകൊണ്ട് സരസ്വതി ദേവിയാണ് നമ്മുടെ വാഗ്ദേവത. ആ വാഗ്ദേവത നമ്മളിൽ എല്ലാവരിലും ഒരുപോലെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇത് നിർത്തുന്നു. അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്ത ആഴ്ച വരുന്നതാണ്. നന്ദി, നമസ്കാരം. ഹരേ ഗുരുവായൂരപ്പ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേശ്യ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ആദ്യക്ഷരത്തിൽ ഉളവായുന്നിതൊക്കെയുമി ആദ്യക്ഷരത്തിൽ ഇതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാലിവയിൽ ഓരോന്നെടുത്തു കീർത്തിപ്പതിന്നരുൾക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ